എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ മോക്ക് ടെസ്റ്റ് GK പാർട്ടാണ്. 2024 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിന്റെ GK പാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്? 1931 നവംബർ 12-ാം തീയതി ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു. പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. 1932 ഒക്ടോബർ 2-ാം തീയതി സത്യാഗ്രഹം അവസാനിച്ചു. ഇതിലേതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ആൻസർ സി ആണ്. 2ഉം 3ഉം 4ഉം ആണ്. അതായത് പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. 1932 ഒക്ടോബർ 2-ാം തീയതി സത്യാഗ്രഹം അവസാനിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ 4 പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു. അവ ചേരുംപടി ചേർക്കുക. 2ാം വട്ടമേശ സമ്മേളനം, പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു, ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെച്ചു, ബർദോളി സത്യാഗ്രഹം. ആൻസർ എന്താ വരിക? 2ാം വട്ടമേശ സമ്മേളനം ഏതാണ്? 1931. പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു എന്നുള്ളത് എന്താണ്? 1939. ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെച്ചു ഏതാണ് വരിക? 1922. ബർദോളി സത്യാഗ്രഹം 1928. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ലോങ് മാർച്ച്, ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം, മഹത്തായ സാംസ്കാരിക വിപ്ലവം, ജപ്പാൻ ചൈന ആക്രമണം. ആൻസർ ഡി ആണ്. എങ്ങനെയാണ്? ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവമാണ് ഫസ്റ്റ്, പിന്നെ എന്താണ്? ലോങ് മാർച്ച്, പിന്നെ ജപ്പാന്റെ ചൈന ആക്രമണം, പിന്നെ എന്താ വരിക? മഹത്തായ സാംസ്കാരിക വിപ്ലവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ആണ് ശരിയായിട്ടുള്ളത്? 1944 ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചു. 1946 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് അയച്ച കാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. 1945 ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ എതിർത്തു. മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത്. ആൻസർ ഡി ആണ്. 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗം ഉത്തരം കണ്ടെത്തുക. കാൺപൂർ നാനാ സാഹിബ്, ആറ, പിന്നെ ഡൽഹി ബഹാദൂർ ഷാ, ബറൌട്ട്. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. ആറ കൻവാർ സിംഗ്, പിന്നെ എന്താണ്? ബറൌട്ട് ഷാമൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ആണ് തെറ്റായിട്ടുള്ളത്? 1946 ഡിസംബർ 10-ാം തീയതി ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. ലോക വ്യാപാര സംഘടന 1995 ജനുവരി 1-ാം തീയതി പ്രവർത്തനം ആരംഭിച്ചു. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ്. ആൻസർ സി ആണ്. 1ഉം 3ഉം ആണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാകുന്നത് ഏതു പാറ പൊടിഞ്ഞാണ്? ആൻസർ എ, ബസാൾട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത് ഏത്? ആൻസർ സി, കാർബൺ ഡൈ ഓക്സൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉത്തര രാജസ്ഥാന് ജലസേചനത്തിനു വേണ്ടി നിർമ്മിച്ച ഇന്ദിര കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്?
ആൻസർ ഡി സത്ലജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? ആൻസർ ബി കൊടൈക്കനാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ആൻസർ സി ലക്ഷദ്വീപ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം? ആൻസർ എ 107. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? GDP നിരക്ക് വർദ്ധിച്ചു, വിദേശ നാണയ ശേഖരം വർദ്ധിച്ചു, കൃഷിയിൽ പുരോഗതി ഉണ്ടായി, വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു. ആൻസർ ബി ആണ്. 1, 2, 4 ശരിയായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക. ലോക വ്യാപാര സംഘടന ജനീവ, ലോക ബാങ്ക് വാഷിംഗ്ടൺ, അന്താരാഷ്ട്ര നാണ്യനിധി വാഷിംഗ്ടൺ, ഏഷ്യൻ വികസന ബാങ്ക് ബെയ്ജിങ്. യോജിക്കാത്തതാണ് കണ്ടെത്തേണ്ടത്. ഡി ആണ്, ഏഷ്യൻ വികസന ബാങ്ക് ബെയ്ജിങ് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ? ആൻസർ എ നരേന്ദ്രമോദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ സി പീച്ചി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ഇന്ത്യയിൽ പ്രധാനമായും ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ആൻസർ സി ആണ്. 1, 2, 3, 4 ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്? ആൻസർ എ 1950. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. സമിതിയുടെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിലെ നിയമസഭാംഗങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തവരാണ്. സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ച് ആണ്. ശരിയായതാണ്. ആൻസർ ബി ആണ്. 1, 3 പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ വരുന്നതിനായി നിങ്ങൾ ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. കാരണം എങ്കിൽ മാത്രമേ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് ഈ വർഷമെങ്കിലും നിങ്ങൾ ഒരു ഏതെങ്കിലും ലിസ്റ്റുകളിൽ കയറട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷൻ ഏത്? ആൻസർ ബി കേരള സംസ്ഥാന ലോകായുക്ത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുക. ഒരു വ്യക്തിയെയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. ഒരു നിയമം നിലവിൽ വരുന്നതിനു മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകുവാൻ നിർബന്ധിക്കാൻ പാടില്ല. ആൻസർ ഡി ആണ്, എല്ലാ പ്രസ്താവനകളും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി കണ്ടെത്തുക. ആൻസർ എ നവകേരള സദസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. ഓരോ നിയോജക മണ്ഡലങ്ങളും
ഭൂമിശാസ്ത്രപരമായി വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. വോട്ടർമാർക്ക് സ്ഥാനാർത്ഥികൾക്ക് നേരിട്ട് വോട്ട് നൽകുവാൻ സാധിക്കും. ആൻസർ സി ആണ്. പ്രസ്താവന 3 തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേര് എന്ത്? ആൻസർ സി കർത്തവ്യ പഥ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്ത്? ആൻസർ ഡി നിരാമയ പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. സംസ്ഥാന ഗവൺമെന്റുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതത് സംസ്ഥാന ഗവർണർമാർക്കാണ്. പാർലമെന്റിൽ കേവല ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കി ഇദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. ആൻസർ എ ആണ്. പ്രസ്താവന 3 തെറ്റാണ്. ഇത് തെറ്റാണ് എന്നുള്ളതാണ് ആൻസർ. അപ്പൊ എ എന്നുള്ള ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക. ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. 1/3 കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു. 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തി 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി. ആൻസർ എ ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏത്? ആൻസർ സി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ നിയമോപദേശകൻ ആരാണ്? ആൻസർ ഡി അറ്റോർണി ജനറൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏത്? ആൻസർ ഡി ഡിസ്ട്രോഫിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് വിറ്റാമിന്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? ആൻസർ സി വിറ്റാമിൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈഡാൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? ആൻസർ ബി സാൽമൊണല്ല ടൈഫി. ടൈഫോയിഡിനുള്ളതാണ് വൈഡൽ ടെസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ? ആൻസർ എ കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ, N2O ആൻഡ് CH4 മീഥേൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിക്കുന്നതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആരെ? ആൻസർ ഡി സത്യനാരായണ ബേളേരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നതിന് താഴെ പറയുന്നത് ഏത് മാധ്യമത്തിലാണ്? ആൻസർ സി അലൂമിനിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ്? ആൻസർ എ അൾട്രാവയലറ്റ്. ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിന്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ്? ആൻസർ ബി ധ്രുവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ISROയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ 3ന്റെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് എന്നാണ്? ആൻസർ ഡി ഓഗസ്റ്റ് 23, 2023. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറും ഉള്ള മൂലകത്തിന്റെ പറയുന്ന പേര്? ആൻസർ ബി ഐസോബാറുകൾ. ഐസോടോപ്പുകളാണ് വെച്ചെങ്കിൽ എന്താണ്? ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും. ഇതിന്റെ തിരിച്ചുള്ളതാണ് ഐസോടോപ്പുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന അയോണീകരണ ഊർജം ഏറ്റവും കൂടുതലുള്ള മൂലകം? ആൻസർ സി നൈട്രജൻ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൂയിസ് ക്ഷാരത്തിന് ഒരു ഉദാഹരണമാണ്. ആൻസർ എ NH3 അമോണിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതു. ആൻസർ ഡി ഇൽമനൈറ്റ്. നെക്സ്റ്റ്, ഭൈരവി കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഡി പടയണി. കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? ആൻസർ ബി പി വത്സല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം? ആൻസർ ബി 7. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത്? ആൻസർ സി വി ഷിനിലാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ ഹോം സംവിധാനം ചെയ്തത്? ആൻസർ ഡി റോജിൻ തോമസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.